ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എന്താണോ? ഞാൻ എന്താ അർച്ചനെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. സന്ധ്യേച്ചി ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ വീട്ടില്. അർച്ചനയുടെ കോൾ വന്നപ്പോ ഞാനൊന്ന് പേടിച്ചു പോയി. കുഞ്ഞിനും എനക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല. സമാധാനായി. പക്ഷേ എന്റെ സമാധാനം പോയി. എന്തു പറ്റി? സന്ധ്യേച്ചി അവിടെ സേഫ് അല്ലേ? ആണല്ലോ. എന്താ പ്രശ്നം? നീ വല്ല സ്വപ്നം കണ്ടോ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. നാളെ രാവിലെ സന്ധ്യേച്ചി ഇവിടം വരെ ഒന്ന് വരുമോ? നന്ദേട്ടനെ വിളിക്കാൻ മറക്കല്ലേ? ശരി, വരാം. നന്ദേട്ടനോട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ശരി. എന്താണോ? ഞാൻ സച്ചിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. തനിക്കിത് എന്തു പറ്റി? ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ എന്തു പറ്റി? ഒന്നുമില്ല, അങ്ങനെ തോന്നി. അത് വെറുതെ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താൻ വിളിക്കത്തില്ല. താൻ കാര്യം പറയടോ. ചില ദുസ്വപ്നങ്ങള് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ, അത് ശരി. സ്വപ്നം കണ്ട് പേടിച്ചുള്ള വിളിയാണല്ലേ? അല്ല, എന്താ ഇത്രയും വലിയൊരു ദുസ്വപ്നം? സച്ചേട്ടനൊന്ന് വീഡിയോ കോളിൽ വരുമോ? എനിക്ക് സച്ചേട്ടനൊന്ന് കാണണം. തന്റെ ഒരു കാര്യം. ഒരു സ്വപ്നം കണ്ടപ്പോഴേക്കും താൻ ഇത്രയ്ക്ക് പേടിച്ചു പോയോ? എനിക്കറിയില്ല സച്ചേട്ടാ, മനസ്സാകെ വല്ലാണ്ട് മൂടിക്കെട്ടി നിൽക്കുന്ന പോലെ. അതൊക്കെ പോട്ടെ, താൻ എന്ത് സ്വപ്നം കണ്ടേ? അത് എന്തൊക്കെയോ ചില ദൃശ്യങ്ങള്, പേടിപ്പെടുത്തുന്ന ഓരോ ശബ്ദങ്ങളും, ചുറ്റിലും ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലെയൊക്കെ. കൊച്ചുകുട്ടികൾക്ക് ഇതിനേക്കാളും നല്ല ധൈര്യം ഉണ്ടാവുമല്ലോ. താൻ ഒരു കാര്യം ചെയ്യ്, ജപിച്ചുകൊണ്ട് കിടന്നു. അപ്പോ പെട്ടെന്ന് ഉറങ്ങും. അത് വേണ്ട, എനിക്കിങ്ങനെ സച്ചേട്ടനെ കണ്ടുകൊണ്ട് കിടന്നുറങ്ങണം. ഐ ലവ് യു സച്ചേട്ടാ. ഐ ടു ലവ് യു. ഞാൻ അരികിലുണ്ടെന്ന് വിചാരിച്ചാ മതി. ഞാൻ ഉറങ്ങുന്നവരെ ഫോൺ കട്ട് ചെയ്യല്ലേ? ഇല്ല, താൻ ഉറങ്ങുന്നത് വരെ ഞാൻ കാവലിരിക്കാം. പോരെ? വേണമെങ്കിൽ ഞാനൊരു പാട്ടും കൂടി പാടിത്തരാം. വേണ്ട, എനിക്കിങ്ങനെ സച്ചേട്ടനെ കണ്ടുകൊണ്ട് കിടന്നാ മതി. ഓ, ഞാനേ കെട്ടിപ്പിടിച്ചോളാം. താൻ ഉറങ്ങിക്കോ.
സച്ചേട്ടാ, എന്താടോ തനിക്കിത് എന്താ പറ്റിയേ? സച്ചേട്ട രാവിലെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ആ അത് വെറുതെ. സത്യ സത്യം പറഞ്ഞ കുറച്ചു നേരായി ഞാൻ സച്ചേട്ടനെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കായിരുന്നു. തനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എന്തായിരുന്നു? താൻ പേടിച്ചായിരുന്നല്ലേ? അത് ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്ന് പോലും എനിക്കറിയില്ല. ആ ഞാനും അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അല്ല, സച്ചേട്ടനൊന്നും ഓഫീസിൽ പോയില്ലേ? ആ പോണം. രാവിലെ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നാ പിന്നെ തന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്നു കരുതി. സച്ചി രാവിലെ മുതൽ ദാ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇവള്. വരുമെന്ന് സച്ചി പറഞ്ഞു കാണും അല്ലേ സച്ചി? അല്ല, അനൂപ് ഇപ്പഴാ അങ്ങോട്ട് ഓഫീസിലേക്ക് പോയത്. അല്ല, വന്ന കാര്യം തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. വാ. അല്ല അച്ഛനെവിടെ? ആ, ഇവക്ക് കുറച്ച് ആയുർവേദ മരുന്ന് വാങ്ങിക്കാൻ പോയതാ. ഇപ്പൊ വരും. വാങ്ങേണ്ട മരുന്നിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചെന്നാ മതിയായിരുന്നല്ലോ. വരുന്ന വഴിക്ക് ഞാനത് വാങ്ങി വരുമായിരുന്നല്ലോ. ഞാനത് അച്ഛനോട് പറഞ്ഞതാ, പക്ഷെ അച്ഛന് തന്നെ പോയി മേടിക്കണം. ആ മോനെ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ആ കുടിക്കാൻ മാത്രം പോരാ, കഴിക്കാൻ കൂടി വേണം. ആ അതിനെന്താ? എന്നാ പിന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അതെ. വാ അമ്മേ. സത്യം പറഞ്ഞ താൻ ഇന്നലെ സ്വപ്നം കണ്ട് പേടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ രാവിലെ തന്നെ വന്നേ. എന്ത് സ്വപ്ന കണ്ടത്? അതൊക്കെ പറയാം. സച്ചേട്ടന് കുഞ്ഞിനെ കാണണ്ടേ? പിന്നെ എനിക്ക് എന്റെ മോളെ കാണണ്ടേ? വാ. ഉം